15 പവനിൽ ഏറ്റവും ലൈറ്റ് വെയിറ്റിൽ വരുന്ന, അതായത് ഒരു കല്യാണ പെണ്ണിന് എന്തൊക്കെ ഐറ്റംസ് വേണം ആ ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കിടിലൻ ബ്രൈഡൽ സെറ്റാണ് ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ലൈറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട വളരെ സിമ്പിൾ ആണ്, ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ആന്റിക്കിൽ വരുന്ന ഒരു സെറ്റും കൂടിയാണ്. ഇതിന്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ഫുള്ള് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഐറ്റംസ് എങ്ങനെ ഇടുന്ന കണ്ടോ. तेरे उसल पे मर गए से रोज की करिए सजना हो, हाँ तेरे ही छोड़ नचने सारे. അപ്പൊ നമുക്ക് എന്റെ കയ്യിലുള്ള ഈ വളയിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. വെറും 5.5 പവന് മാത്രമാണ് ഈ 3 വളകൾ വരുന്നുള്ളത്. ഈ ഒരു വള കണ്ടോ വെറും 10 ഗ്രാം മാത്രമാണ്. അത് രണ്ടും കൂടി 2.5 പവനാണ് വെയിറ്റ് വരുന്നത്. അതുപോലെ ഈ സെന്ററിൽ വരുന്ന ഈ ബ്രോഡ് ബാങ്കിൽ വെറും 3 പവന് മാത്രമാണ്. അങ്ങനെ 5.5 പവനിൽ ഒരു കല്യാണ പെണ്ണിനെ പറ്റിയ നല്ലൊരു കിടിലൻ വളയുടെ സെറ്റും കൂടിയാണ് കേട്ടോ. ലൈറ്റ് വെയിറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സെറ്റാണ്. നമ്മൾ ഈ റേറ്റ് കൂടുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മാക്സിമം വെയിറ്റ് കുറച്ച് ചെയ്തു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ആംഗ്ലേറ്റിലേക്ക് വരികയാണെങ്കിൽ വൈറ്റ് ഗോൾഡിൽ വരുന്ന അടിപൊളി ആംഗ്ലേറ്റ് ആണ്. ഇതിന്റെ വെയിറ്റ് ആണെങ്കിൽ വെറും 1.5 പവന് മാത്രമാണ് വരുന്നുള്ളത്. നോർമലി നമുക്കിത് 2-2.5 പവൻ റേഞ്ചിലൊക്കെ വരുന്ന ഒരു മോഡലാണ്. പക്ഷെ ഇത് നമ്മൾ എന്ത് ചെയ്ത് ലൈറ്റ് വെയിറ്റ് ആക്കിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിൽ റിംഗ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ റിംഗിന്റെ വെയിറ്റ് എത്ര അറിയോ, വെറും 3 ഗ്രാം മാത്രമാണ്. ആന്റിക്കിൽ വരുന്ന നല്ലൊരു റിംഗും കൂടിയാണ്, അത്യാവശ്യം നല്ല പ്രൊജക്ഷനോട് കൂടി വരുന്ന റിംഗും കൂടിയാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിന്റെ ഹാൻഡ് സെറ്റിന്റെ വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 4 ഗ്രാമിൽ വരുന്ന ഒരു ഹാൻഡ് സെറ്റ് ആണ് ഇത് വരുന്നുള്ളത്. വെറും 4 ഗ്രാമാണ്. പേളൊക്കെ വന്നിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു അഡൽറ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഹാൻഡ് സെറ്റ് കൂടിയാണ്. ഇനി ഇതിന്റെ ഒരു പുതിയൊരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് ആണ്, വേസ്റ്റ് ചെയിൻ. ഇതിന്റെ വെയിറ്റ് എന്ന് വെച്ചാൽ 13 ഗ്രാം മാത്രമാണ് തൂക്കം വരുന്നത്. അതായത് 1.25 പവനും താഴെയാണ്. 1.5 പവനിലേക്ക് 1 ഗ്രാം കൂടുതൽ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളത് ഈ ഒരു ബെൽറ്റ് വെയിറ്റ് വരുന്നുള്ളത്. നല്ല പ്രൊജക്ഷനോട് കൂടി ഇതൊക്കെ നമുക്ക് 2.5 പവന് 3 പവനിലൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു ബെൽറ്റ് ആയിരുന്നു. ജസ്റ്റ് ഞാൻ എടുത്ത് കാണിച്ചത് നോക്കി നോക്കുക. അത്യാവശ്യം നല്ല ലെയർ ഒക്കെ വന്നിട്ടുള്ള കാണാൻ അതിമനോഹരമായിട്ടുള്ള ഒരു ബെൽറ്റും കൂടിയാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ അടുത്തത് വരികയാണെങ്കിൽ നമ്മുടെ മാലയാണ്. നമ്മുടെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു മാലയാണ്. ഇതിന്റെ വെയിറ്റ് എത്ര അറിയോ, 4 പവനാണ് വരുന്നത്. നമുക്കിപ്പോ ഇതൊരു ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു മോഡലും കൂടിയാണ്. വി ടൈപ്പിൽ വരുന്ന നല്ല എന്താ പറയാ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു മാലയും കൂടിയാണ്. ഈ ഒരു സെറ്റിന് എന്തുകൊണ്ടും മാച്ച് ആയിട്ടുള്ള ഒരു മാലയും കൂടിയാണ്. 4 പവനാണ് കേട്ടോ ഇതിന്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ 15 പവന്റെ സെറ്റിൽ നമ്മളൊരു ചോക്കറും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ മാലയ്ക്ക് മാച്ച് ആയിട്ടുള്ള ഒരു ചോക്കറാണ്. ഇതിന്റെ വെയിറ്റ് ആണെങ്കിൽ വെറും 8 ഗ്രാം ആണ്. നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ചോക്കറിനൊക്കെ കൂടിയാണ്. വെറും 1 പവനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ കമ്മലിലേക്ക് വരികയാണെങ്കിൽ വെറും 3 ഗ്രാം 3.5 ഗ്രാം റേഞ്ചിൽ വരുന്നത്. അതായത് അരപ്പവന് വരെ ഇല്ല, അരപ്പവന് താഴെ വരുന്നുള്ള അത്യാവശ്യം നല്ല പ്രൊജക്ഷനോട് കൂടി വരുന്നുള്ള ഒരു കമ്മലും കൂടിയാണ്. അങ്ങനെ ഈ 15 പവനിൽ ഒരു പെണ്ണിന് എന്തൊക്കെ വേണം ആ സെറ്റ് കംപ്ലീറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സെറ്റും കൂടിയാണ്. അപ്പൊ ഇപ്പൊ കല്യാണ സീസൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ മോഡൽ വേണ്ടത്, എത്ര വെയിറ്റിൽ എങ്ങനത്തെ കല്യാണ സെറ്റ് വേണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും തയ്യാറാക്കി തരും. ഇതിപ്പോ 15 പവനിലാണ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് എല്ലാ ഓർണമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ഇനിയും നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ വെയിറ്റ് ഒക്കെ കുറക്കാൻ പറ്റും. വളയുടെ വെയിറ്റ് കുറക്കാം, മാലയുടെ വെയിറ്റ് കുറക്കാം, എല്ലാത്തിന്റെ വെയിറ്റ് കുറച്ച് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തു തരാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ അടുത്ത പുതിയ കളക്ഷൻസുമായി വീണ്ടും കാണാം. ബൈ ബൈ, താങ്ക് യു.